നമ്മള് ഞാൻ എന്താ അത് ശരിയാണ്. പൈസ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറയുന്ന ഒരു തെറ്റ് പോലെ ആണ് കാണുന്നത്. മൈൻഡഡ് ആണ് എന്നൊക്കെ പറയുന്നത്. സി വാട്ട് ഈസ് റോങ് വിത്ത് മണി മൈൻഡ്? മണി മൈൻഡ് കൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത് നന്നായിട്ട് യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടെ ഒരു കള്ളത്തരമില്ലാതെ യൂസ് ചെയ്യണം. ദ്രോഹിക്കാൻ വേണ്ടി, ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ടാവരുത്. അല്ലെങ്കിൽ വേറൊരാളെ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ വേറൊരാളെ വിഷമിപ്പിച്ചുകൊണ്ടോ ആയിരിക്കരുത് നമ്മൾ മണി സമ്പാദിക്കേണ്ടത്. മണി ഈസ് നോട്ട് എ പ്രോബ്ലം. യു ഷുഡ് ഓൾവേസ് സേ ദാറ്റ് ഐ ലവ് മണി. മണി 2 കാര്യങ്ങളാണ് ഞാൻ പറയാറുണ്ട്. ഒന്ന്, മണി ഒരു നവവധുവിനെ പോലെയാണ്. വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു നവവധു അല്ലെങ്കിൽ ഒരു ന്യൂ ബ്രൈഡിനെ നമ്മൾ എങ്ങനെയാണ് വെൽക്കം ചെയ്യുക? വളരെ കെയർഫുൾ ആയിരിക്കും ഹസ്ബൻഡ്, വളരെ പാമ്പർ ചെയ്തിട്ടായിരിക്കും. ഇതുപോലെ തന്നെ വേണം നമ്മൾ മണിയെയും നോക്കാൻ. ഐ ലവ് യു ഇടയ്ക്കിടയ്ക്ക് പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പല വീടുകളിലും നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ കടയിൽ പോയി തിരിച്ചു വരുമ്പോൾ ബാലൻസ് ഉള്ള കുറച്ച് പൈസകൾ, ചില്ലറ പൈസ ആണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ 10 രൂപയുടെ നോട്ടൊക്കെ ആണെങ്കിലോ അവിടെ അങ്ങ് ഇടും. നെവർ എവർ ഡു ദാറ്റ്. നമ്മളെപ്പോഴും 10 രൂപയുടെ ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ 9 രൂപയുണ്ടെങ്കിൽ നടക്കില്ല ശിവല ചായ കുടിക്കാൻ. അപ്പോൾ 1 രൂപയുടെ വില അപ്പോൾ നമുക്കപ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിന് വളരെ വാല്യൂ ചെയ്ത് വേണം നമ്മൾ നോക്കാൻ. ഒരുപാട് റെസ്പെക്റ്റ് വേണം, ഒത്തിരി സ്നേഹം നമുക്കതിനോട് വേണം. ഫ്ലോ ആണ് മണി. അപ്പോൾ എഫേർട്ട്ലെസ്ലി നമുക്ക് മണി നമ്മുടെ അടുത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആ ഫ്ലോ നമ്മുടെ ലൈഫിലും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ മണിയെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ദാറ്റ് മാറ്റേഴ്സ്. അപ്പോൾ നമ്മൾ എപ്പോഴും മണിയെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു അവിഹിതമായിട്ടാണ്. അതെ, ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നപ്പോൾ ഞാൻ ആ ഫംഗ്ഷന് പോയപ്പം എൻ്റെ തന്നെ ഒരു റിലേറ്റീവ് പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, നിങ്ങൾ പുറത്തായിരുന്നല്ലോ, നമ്മൾ കുറേ വർഷങ്ങൾ പുറത്തായിരുന്നു, അപ്പം നിങ്ങൾ പുറത്തായിരുന്നല്ലോ, അപ്പം നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ? അതായത് നാട്ടിൽ വന്നിട്ട് നിങ്ങളുടെ ഫൈനാൻഷ്യലാണ് പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നത്. അതാണല്ലോ മെച്ചം. അപ്പോൾ എല്ലാവരുടെയും ഒരു കോൺസെപ്റ്റാണ് പുറത്ത് പോയാലേ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം പുറത്താണ് കൂടുതൽ വേജസും ലിവിങ് സ്റ്റാൻഡേർഡും എല്ലാം ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് വല്ല ഗുണമുണ്ടോ, എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടോ എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് അപ്പോൾ തന്നെ വളരെ നോർമലായിട്ടും കാഷ്വലായിട്ടും ഞാൻ പറഞ്ഞു, പിന്നെ നാട്ടിൽ വന്നിട്ട് ഒത്തിരി നല്ലതല്ലേ, ഇഷ്ടം പോലെ സന്തോഷം, സമാധാനം, പൈസ എല്ലാം ഉണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി എന്തോരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, വാങ്ങിക്കാൻ പറ്റി. അപ്പോൾ ഒത്തിരി സന്തോഷമാണ്, നാടാണ് അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ പറഞ്ഞപ്പം. പുള്ളിക്കാർ പിന്നെ അതിനുശേഷം പിന്നെ എന്നോട് സംസാരിക്കുന്നില്ല. അപ്പോൾ എൻ്റെ അമ്മയുണ്ട് എൻ്റെ കൂടെ. അതിനുശേഷം ഞങ്ങൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് എൻ്റെ വീട്ടിലെത്തിയപ്പം എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, നീ എന്തിനാ അങ്ങനെ പറയാൻ പോയേ? അപ്പം ഞാൻ പറഞ്ഞു, എന്ത് പറയാൻ പോയേ? പറഞ്ഞു, അല്ല ആൻറ്റി അതിനുശേഷം നിന്നോട് സംസാരിച്ചില്ല, നീ ശ്രദ്ധിച്ചോ? അങ്ങനെ ആരെങ്കിലും പറയോ? എന്തിനാ നമ്മൾ അങ്ങനെയൊക്കെ പറയണേ? അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഞാനത് ഷോ കാണിക്കാനോ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ആളാവാനോ ഒന്നുമല്ല ഞാനത് പറഞ്ഞേ, വളരെ നോർമലായിട്ട്, പിന്നെ വളരെ നല്ലതല്ലേ, നല്ല രീതിയിലല്ലേ പറഞ്ഞേ. അപ്പോൾ എന്നാലും അങ്ങനെയൊന്നും പറയണ്ട. ഇതെൻ്റെ അമ്മയെന്നല്ല, മിക്ക അമ്മമാരും ഇത് തന്നെയായിരിക്കും റെസ്പോണ്ട് ചെയ്യാം. പേടി, കണ്ണ് തട്ടും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും മോശമായിട്ട് വിചാരിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ ജാട പറഞ്ഞതാണ് അവർ വിചാരിക്കുമോ. നമ്മൾ എന്തിനാ പേടിക്കുന്നേ? നമുക്ക് പൈസ ഉണ്ടെന്ന് പറയാൻ നമ്മൾ ആരും പറയില്ല. ഇതുപോലെ റീസെൻ്റ്ലി ഒരു റീല് ഞാൻ കണ്ടപ്പം, അതായത് നല്ല കാര്യങ്ങൾ ചെയ്യൂ, ആൾക്കാരോട് പറയാതിരിക്കൂ, ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കൂ, ആൾക്കാരോട് പറയാതിരിക്കൂ. ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നമ്മളുടെ സീക്രട്ടീവ് അബൌട്ട് മണി, അതും ഒരു അവിഹിതം എന്ന് പറയുന്നത് സീക്രട്ട് അഫെയർ ആണല്ലോ. അപ്പോൾ അതുപോലെ ഈ ഒരു മണിയെ നമ്മൾ വളരെ സീക്രട്ടായിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? നമ്മളെ ഒരു കീപ്പായിട്ടോ സീക്രട്ടായിട്ടോ ഒരാൾ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. സെയിം അപ്ലൈസ് ടു മണി, ഇറ്റ്സ് എനർജി. സോ യു ഷുഡ് വാല്യൂ ഇറ്റ്, യു ഷുഡ് റെസ്പെക്റ്റ് ഇറ്റ്. ആൻഡ് മണി ഈസ് ലൈക്ക് അബണ്ടൻസ് ആണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇത് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ ആൻറ്റി പിന്നെ മിണ്ടാതിരുന്നത്? മേ ബി ദ എക്സ്പെക്റ്റഡ് ആൻസർ അതായിരിക്കണം എന്നില്ല. മനസ്സിലായോ? ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല, അല്ലെങ്കിൽ വലിയ ഗുണമൊന്നുമില്ല. ഇതാണ് നമുക്ക് ഇഷ്ടം കേൾക്കാൻ. ഇത് ഒരു വലിയ പ്രശ്നമാണ് മണി ബ്ലോക്കിന്.